ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ക്യൂൺ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഈ സമയത്തുണ്ട്. നിങ്ങൾ തീരുമാനമെടുത്താലും, അതായത് ഇപ്പോൾ നമ്മൾ മറ്റാൾക്കാരെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്ത, അത് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട്. എപ്പോഴും നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിരിക്കാം. അതായത് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർക്ക് വിഷമമാകുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും തോന്നുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ച് പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവാം. പല തീരുമാനങ്ങളും നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം ഇനി നിങ്ങളതൊന്നും മാറ്റി വയ്ക്കാൻ ഇവിടെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു 100 പ്രാവശ്യം ചിന്തിക്കും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷൻ ക്ലിയർ ആണ്. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഈ സമയം ഇല്ല എന്നുള്ളതാണ്. പിന്നെ കുറേ ആൾക്കാർക്കൊരു പ്രമോഷൻ പോലെ ഒക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇപ്പോൾ വളരെ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഷാർപ്പനാണ് നിങ്ങളുടെ ഈ ഒരു സമയത്തെ ചിന്തകൾ. അങ്ങനെയുള്ള നിങ്ങൾ നെഗറ്റീവായിട്ടിരുന്ന് ചിന്തിച്ചാൽ നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എത്ര മോശമാണെങ്കിൽ പോലും അതൊന്നും കണക്കാക്കേണ്ട എന്നാണ്. നിങ്ങളുടെ തോട്ട്സ് ഒന്ന് പോസിറ്റീവാക്കി വെക്കാൻ ഈ ഒരു സമയം ശ്രമിക്കുക. കാരണം നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ പറ്റും എന്നാണ്. ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ ഈ ഒരു സമയം ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകാനുള്ളൊരു എനർജി ഉണ്ട്. അതായത് നിങ്ങളുടെ കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ നിങ്ങൾ പുറത്തു പോയി എൻജോയ് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഒരുമിച്ചിരിക്കാനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ വീട്ടിൽ കുടുംബത്തോടൊപ്പം പോയി അവരെ കാണുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടും നിങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചവരുമായുള്ളൊരു കൂടിച്ചേരൽ
ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു സമയം ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം അതൊക്കെ പറഞ്ഞു തീർത്ത് നിങ്ങൾ വളരെ സ്നേഹത്തിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ പുതിയൊരു കുഞ്ഞുണ്ടാകുന്നതിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടാവാം. അത്തരത്തിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടെന്നാണ് കാണുന്നത്. ഒരു ഫുൾഫിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ ഒരു സമയമായി എന്നാണ്. കാരണം പലപ്പോഴും തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ആ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസൊക്കെ മാറ്റിവെക്കുക. ഇമോഷന് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇമോഷൻസൊക്കെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുക. ചിലപ്പോൾ ആരോടെങ്കിലുമുള്ള ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടാവാം പാസ്റ്റിൽ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് പല കാര്യങ്ങളെയും കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇമോഷന് പ്രാധാന്യം നൽകിയത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ പോലുള്ള കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. കാരണം ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് പൈസ നഷ്ടം വന്നിട്ട് അതിലൊക്കെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു എനർജി ഇതിലുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പൈസ കൈക്കലാക്കാൻ വേണ്ടി ചിലപ്പോൾ മറ്റുള്ളവരെ നിങ്ങളോട് സ്നേഹം നടിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ പൈസ കൈപ്പറ്റിയതിന് ശേഷം അവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ, ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതോർത്ത് വിഷമിക്കുന്നുണ്ടാവാം. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ അത്തരത്തിൽ വലിയ വിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം ജീവിതമെന്ന് പറയുന്നത് ചതിയും വഞ്ചനയും തിന്മയും നന്മയും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിലൊന്നിലും നമ്മൾ ആണ്ടുപോകാതിരിക്കുക. എല്ലാത്തിലും ഒരു ബാലൻസിങ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ പറ്റിയുള്ള നെഗറ്റീവ് ചിന്തകൾ ഒന്ന് തീർച്ചയായും വിട്ടുകളയാൻ ശ്രമിക്കുക. നിങ്ങളത് ഇവിടെ ഹീല് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്നൊരു സമയമാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു സെലിബ്രിറ്റിയെ പോലെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ തെളിയുമെന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങൾക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നും. പിന്നെ ഈ സമയം നിങ്ങളുടെ സോളാർ ഫ്ലക്സസ് ചക്രയൊക്കെ ഹീലാകുന്ന ഒരു എനർജിയാണ്. അതായത് നമ്മുടെ മണിപൂരക ചക്ര ബ്ലോക്ക് ആകുന്ന സമയത്ത് നമുക്കിപ്പോൾ എത്ര കഴിവുണ്ടെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് അഡിക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് ഹീലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിൽ ചിലപ്പോൾ ഹീലിംഗ് നടക്കുന്നുണ്ടാവാം. നിങ്ങൾ ചില അഡിക്ഷൻസിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യുമെന്ന് ചിലപ്പോൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളിൽ നിന്നാവാം. അങ്ങനെ നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കണമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ഉണ്ടായിരുന്നത് ഇത് ചിലപ്പോൾ കുറച്ച് കാലം മുമ്പ്
നടന്നൊരു സംഭവമായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മഫലം നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച വ്യക്തിക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സത്യം തെളിയിക്കണം എന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. നിങ്ങളോട് ചെയ്തതിന് അവർക്ക് എന്നാണ് ഒരു കർമ്മഫലം കൊടുക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ വെയിറ്റിങ്ങിൻ്റെ ഒരു ഫലമായിരിക്കാം. നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളെയും ഇല്ലാതാക്കിയ വ്യക്തികൾ, അവരുടെ മുന്നിൽ ഈ സമയം നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയുടെ ഫലമായിരിക്കാം. അപ്പോൾ ഈ സമയം ഒരു വിജയമായി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർക്ക് ഈ സമയം ഒരു പ്രണയത്തിൻ്റെ ഓഫർ വന്നേക്കാം. നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ ഒരുപാട് എക്സൈറ്റഡ് ആക്കുന്ന ഒരു ഓഫർ ഈ സമയം വന്നേക്കാം. ചില ആൾക്കാർക്ക് നിങ്ങളുടെ തന്നെ ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്ത് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ് കാണുന്നത്. പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെ സ്നേഹം തോന്നുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സന്തോഷമാവാം. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. എല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണോ പരിശ്രമിച്ചത് ആ ഒരു പരിശ്രമത്തിന് ഇവിടെ ഒരു ഫലമുണ്ടാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ബ്രില്യൻ സക്സസ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് അർഹിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങൾ അർഹിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു സമയം ചിലപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫില്ലായ ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ ഈ സമയം നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതുപോലെ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ പാത്ത് എവിടെ വരെ എത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരുപക്ഷെ അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കാം, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു സമയമാണ് ഇത്. അതായത് നമുക്ക് തന്നെ ആത്മാർത്ഥമായിട്ട് തോന്നും, ഞാൻ ആ ചെയ്തത് നല്ല കാര്യമാണ്, ഞാൻ ഏറ്റവും നല്ല തീരുമാനമാണ് ഈ ഒരു സമയം എടുത്തിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഈ സമയം ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധമുണ്ട്. പക്ഷേ നിങ്ങളത് ഓവറായിട്ട് എക്സ്പ്രസീവ് ആകുന്നുമില്ല എന്നുള്ളതാണ്. ഇതിൽ എക്സ്പ്രഷൻ കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ ചെയ്യും. നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളിൽ നിന്ന് ആളുകൾ ഗൈഡൻസ് എടുക്കും. നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അവർ കാണും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഈ സമയം. അപ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. മാത്രമല്ല മറ്റുള്ള ആളുകൾ എന്തു പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. ഇതെൻ്റെ കർമ്മയാണ്, അത് ഞാൻ ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ കാണാനും അവരെ കെയർ ചെയ്യാനുമൊക്കെ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഈ സമയം നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യാനുള്ളൊരു മൂഡായിരിക്കും. കുറേ കാര്യങ്ങൾ ഇപ്പോൾ
നിങ്ങൾക്ക് ചെയ്ത് തീർക്കണമെങ്കിലും അത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. കുറേ എൻഗേജ്ഡ് ആയിരിക്കും, കുറേ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. അതുപോലെ ഈ സമയം നിങ്ങൾ വളരെ ബിസി ആയിരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം നിങ്ങൾ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നതാവാം. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുകയും അതിൽ നിങ്ങൾ വളരെ സന്തോഷം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ആ ഒരു കാര്യം പഠിച്ചു തുടങ്ങുകയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതോ ഒക്കെ ആവാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലായിരിക്കും ഈ സമയം നിങ്ങളെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണം. അപ്പോൾ ആ ഒരു ചെറിയ എന്തോ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം ഈ ഒരു സമയം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നഷ്ടബോധമൊക്കെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് പൂർണ്ണമായും ഹാപ്പി ആയിട്ട് നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം റിലേഷൻഷിപ്പിൽ ഒരു നല്ല എനർജിയാണ് ഉള്ളത്. ഒരു യൂണിയനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളവരെ കാണാൻ പറ്റും. അവരുടെ മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകുന്നതോ ഒക്കെ ആവാം. അപ്പോൾ നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ആ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ കാണാൻ വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ നിങ്ങളെ സഹായിക്കുന്നതിനായി ചില ആളുകളുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളത് ഈ ഒരു സമയം തുടർന്ന് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നുമൊക്കെ തനിയെ മാറിയിരിക്കാനൊക്കെ ഒരു തോന്നലുണ്ടാകും. അതായത് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, നിങ്ങളുടേതായിട്ടുള്ള സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തുന്നതാവാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും ഒക്കെ നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഫലമായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്ന ഒരു സന്തോഷമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷവും സമാധാനവും ഒരു ശുഭാപ്തി വിശ്വാസവും ഒക്കെ ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണുന്നത്. നന്മ വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുന്നുണ്ട്, കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കർമ്മയിൽ വിശ്വസിക്കുക. കാരണം നമ്മളെ ആരൊക്കെ ഇൻസൾട്ട് ചെയ്താലും അല്ലെങ്കിൽ ആരൊക്കെ ദ്രോഹിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ അതിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കും. കാരണം എല്ലാ കാലവും എല്ലാവരെയും ട്രാപ്പിലാക്കി വെക്കാനോ ദ്രോഹിക്കാനോ ഒന്നും തന്നെ പറ്റില്ല. നമ്മളൊരു നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പലരും ചിന്തിക്കുന്നുണ്ടാവാം,
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ വളരെ ബാഡ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ചില ആളുകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാര്യം വന്നാലും നമ്മൾ വളരെ ബോൾഡായി നേരിടാൻ പറ്റും. വേറൊരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ലഭിച്ച അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാനും അവർക്കൊരു ആശ്വാസമേകാനും ഒക്കെ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ദൈവം തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല നമുക്ക് സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷവും നിങ്ങൾക്ക് വളരെ സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. ഇതിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് പൈസ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ തുടങ്ങുന്നതാവാം. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ അത് തുടങ്ങിയെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടാൻ തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.